മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരു കാര്യം മറക്കാതെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, എങ്കിലും ഒന്നുകൂടെ അത് ഓർക്കേണ്ടതുണ്ട്, ഇടയ്ക്കൊക്കെ അത് ഓർക്കേണ്ടതുണ്ട്. അതായത് നാം അറിഞ്ഞും അറിയാതെയും ആവർത്തിച്ച കാര്യങ്ങളാണ് നമുക്ക് ഒഴുക്കോടെ നമ്മുടെ ലൈഫിൽ നടപ്പാക്കാൻ കഴിയുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ നമുക്കൊരു സ്കില്ലും ഇല്ല. ഒരുപക്ഷെ ജന്മവാസനകൾ ഉണ്ടെങ്കിൽ പോലും അത് വീണ്ടും നമ്മൾ ആവർത്തിച്ച് തേച്ച് മിനുക്കിയെടുക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ഒഴുക്കോടെ നടപ്പാക്കാൻ കഴിയുന്നത്. ആ പല്ല് തേക്കുന്ന ഉദാഹരണം പോലും പറഞ്ഞിരുന്നു. കാരണം പല്ല് തേക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ പ്രക്രിയയാണ്. അത് മറ്റേ കൈ കൊണ്ട് തേച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ആ ഒരു കൈ കൊണ്ട് അത് കുട്ടിക്കാലം മുതലേ അറിയാതെ, അതൊരു പ്രാക്ടീസായി അറിഞ്ഞ് പരിശീലിച്ചതൊന്നുമല്ല, അത് ആവർത്തിച്ചതിൻ്റെ ഫലമായി നമുക്കത് ഒഴുക്കോടെ നടപ്പാക്കാൻ കഴിയുന്നു. അതുപോലെയാണ് ഡ്രൈവിങ്ങും ബൈക്ക് ഓടിക്കുന്നതും എന്ത് തന്നെയായാലും. അതുപോലെ തന്നെയാണ് സാമ്പത്തിക അവസ്ഥയും. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നടപ്പാക്കിക്കൊണ്ടേ പോകാനുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ആവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ ആണ് ഇപ്പോൾ നമുക്കുള്ളത്. എന്തു തന്നെ ആവട്ടെ, പ്രത്യേകിച്ച് സാമ്പത്തിക അവസ്ഥയൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ടതിൻ്റെ ഫലമാണ്. അത് ആ പാട്ട് പാടുന്ന ഉദാഹരണത്തിലൂടെ ആ ബ്രെയിൻ ഹാക്കിംഗ് നിയമം, ബയോ ഹാക്കിംഗ്, ഗ്യാസ് ലൈറ്റ് എന്ന നിയമം, ബ്രെയിൻ ഹാക്കിംഗ് നിയമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്യരാവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ കുട്ടിക്കാലം മുതൽ അറിഞ്ഞും അറിയാതെയും കുട്ടിക്കാലം മുതൽ അത്യാവശ്യം ചുറ്റുപാടുള്ള കുടുംബത്തിലെ ആളുകൾ പോലും കുട്ടികളായിരിക്കുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം കളിക്കുമ്പോഴും അല്ലാതെയുമൊക്കെ അയൽപ്പക്കാരുമായിട്ടുള്ള സഹവാസം കൊണ്ടൊക്കെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ വാക്കുകൾ ഇല്ല, അല്ല, ഒല്ല, പൊളിവ്, നാശം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തുടങ്ങിയ വാക്കുകൾ കേട്ടതിൻ്റെയും കൂടെ കുട്ടിക്കാലം മുതൽ, ഗർഭത്തിലായിരിക്കുമ്പോൾ മുതൽ, പിന്നെ അതിനുശേഷം കുട്ടിക്കാലം മുതൽ ഇത്രയും കാലം ആ കേട്ടതിൻ്റെ പരിണിതഫലമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നാം അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ കേൾവികൾ കേൾക്കുന്നതും. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ കുട്ടിക്കാലം മുതലേ കേട്ട കേൾവികൾക്ക് അത് ശരിയായതും ശരിയല്ലാത്തതുമെല്ലാം ഉണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിയാൽ സമൂഹത്തിൽ 90% ആളുകളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ ആ പിന്നോക്കം നിൽക്കുന്നവരുടെ വാക്കുകൾ തന്നെയാണ് നമുക്കും സ്വാഭാവികമായിട്ടും കൂടുതൽ കേൾക്കാൻ കഴിയുക. ആ ബാഹ്യമായി കേട്ട നെഗറ്റീവ് കേൾവികളുടെ ഒരേ ഒരു മറുമരുന്നാണ്, ഒരേ ഒരു ആൻറ്റിഡോട്ടാണ്, പരിഹാരമാണ് ഇത്തരം കേൾവികൾ കേൾക്കുക എന്നുള്ളത്. അതുതന്നെയാണ് നമ്മൾ നിത്യവും ചെയ്തു പോരുന്നതും. അപ്പോൾ അത് മടുക്കാതെ, ബോറടിക്കാതെ, അത് പൊന്നു മനസ്സാലെ സ്വീകരിക്കാനുള്ളൊരു മൈൻഡ് അത് നിലനിർത്തിക്കൊണ്ടേ പോകണം. 1, 2, 4 ദിവസങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അത് മടുക്കാതെ തുടരാനുള്ളൊരു മൈൻഡ് സെറ്റ്. അതാണ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടുന്ന, ഒരു കോച്ചിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. അത് മനസ്സ് മടുക്കാതെ പൊന്നു മനസ്സാലെ സ്വീകരിക്കാനുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അത് കേൾക്കുക. നിങ്ങൾക്ക് കഴിയും. അത് മനഃപൂർവ്വം കേട്ടാൽ പോലും, എങ്ങനെ കേട്ടാലും ആവർത്തിച്ച് കേൾക്കുന്നത് നമ്മുടെ മൈൻഡ് ടേക്ക് ഓവർ ചെയ്യുമെന്നുള്ളത് അത് സയൻസാണ്. അതെന്നിട്ട് മൈൻഡ് അത് ടേക്ക് ഓവർ ചെയ്ത് നടപ്പാക്കുകയും ചെയ്യും. അപ്പോൾ കേൾക്കൂ, നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അർഹതയാണ്, നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊന്ന് പിന്നോട്ട് ചിന്തിച്ച് നോക്കൂ. എത്രയോ മറികടക്കാൻ കഴിയില്ല എന്ന് കരുതി അത്രയും ഒരുപക്ഷെ വലുതായിട്ടുള്ള പല ചലഞ്ചുകളും പല വെല്ലുവിളികളും നിങ്ങൾ കടന്നു പോന്നിട്ടുള്ളവർ തന്നെയാണ്. പിന്നോട്ട് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ എത്രയോ പ്രതിസന്ധികൾ, ഒരുപക്ഷെ ഭയന്നു പോയ പ്രതിസന്ധികൾ പോലും നിങ്ങൾ കടന്നു പോന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ പിന്നോട്ട് നോക്കുമ്പോഴും പലതും ഒന്നുമല്ലാതായി തീർന്നിട്ടുമുണ്ട്. ഇനിയും അതുപോലെ തന്നെ പലതും വന്നു ഭവിച്ചേക്കാമെന്ന് കരുതിയ എത്രയോ പ്രതിസന്ധി വന്നേക്കാമെന്ന് കരുതിയ എത്രയോ കാര്യങ്ങൾ വരാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം എല്ലാ മുൻവിധികളും എല്ലാ പഴങ്കഥകളൊക്കെ എല്ലാം മാറ്റിവെച്ച് ഇത് കേൾക്കൂ. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. ആ പാതയിലാണ് നിങ്ങളിപ്പോൾ റൈറ്റ് പാതയിലാണ്. നിങ്ങളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നു, ഇവിടെ പറയുന്നത് കൊണ്ട് മാത്രം അല്ലാതെ അവനവൻ്റെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച്, സ്വന്തം യുക്തിയും ബുദ്ധിയും സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളിലെ സത്യം, യാഥാർത്ഥ്യം അത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ കഴിയും. നമ്മളിപ്പോൾ ആ യഥാർത്ഥ ധനികരുടെ പാതയിലാണ്. യഥാർത്ഥ ധനികരുടെ മൈൻഡ് സെറ്റിലേക്ക് അനുദിനം നാം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജിം എടുക്കാൻ പോയാലും 1, 2 ദിവസം കൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചത്തെ കോമ്പറ്റീഷൻ നമുക്ക് പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കും വരെ വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തിയതറിയാതെ പിന്മാറിയതാണ് പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് അത് ലഭിക്കും വരെ, എന്താണോ നമ്മുടെ ലക്ഷ്യം അത് ലഭിക്കും വരെ. പക്ഷേ സാമ്പത്തികം എന്നുള്ളത് ഒരു എത്തിച്ചേരേണ്ടത് ലക്ഷ്യസ്ഥാനമല്ല. സാമ്പത്തികം എന്നത്
എത്തിച്ചേരേണ്ടുന്ന ലക്ഷ്യസ്ഥാനമല്ല, ആയുഷ്കാലം മുഴുവൻ തുടർന്നുകൊണ്ടേ പോകേണ്ടുന്ന ഒരു പ്രക്രിയയാണ് പണമാർജനം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഗ്രേഡ് ഉയർന്നു വരിക തന്നെ ചെയ്യും. വീണു പോകാതെ മനസ്സുകൊണ്ട് മാനസികമായി വീണു പോകാതെ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരിക്കലും ഇവിടെ ഒരു കോച്ച് പറയുന്നത് കൊണ്ട് എന്നുള്ളതല്ല, അവനവൻ്റെ അറിവാക്കി മാറ്റണം. ഇവിടെ പറയുന്നത് അവനവൻ്റെ അറിവാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും മനസ്സിലായ കാര്യങ്ങൾ അത് വീണു പോകാതെ തുടർന്നുകൊണ്ടേ പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായത്രയും പണവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും.